ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ ഡേ 5 ആണ്. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് എൽഫ് ഹൗസ് ആണ്. അപ്പോൾ ക്രിസ്മസ് എൽഫ് ആരാന്ന് ആദ്യം പറയാം. ഇത് സാന്താക്ലോസിൻ്റെ ഒരു ഹെൽപ്പറാണെന്നും ക്ലോസ് ഫ്രണ്ടാണെന്നൊക്കെ പറയപ്പെടാം. ഇതൊരു ഇമാജിനറി ക്യാരക്ടറാണ് കേട്ടോ. ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് സാന്താക്ലോസിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും ടോയ്സും ഒക്കെ റെഡിയാക്കി വെക്കുക. സാന്താക്ലോസിന് ആർക്കൊക്കെ ലെറ്റേഴ്സ് കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഹെൽപ്പറാണ് നമ്മുടെ ഈ ക്രിസ്മസ് എൽഫ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ക്രിസ്മസ് എൽഫിൻ്റെ ഹൗസാണ്. അപ്പോൾ ഒരുപാട് ഇമേജ് നമുക്ക് പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജാണ് ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഗ്രീനും റെഡും ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. സാബ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഡെപ്ത്ത് തോന്നിക്കാൻ വേണ്ടി ഞാൻ കോർണേഴ്സിലും എഡ്ജസിലും ഒരു കോട്ടും കൂടെ സാബ് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്കൈ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. സ്കൈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും താഴത്തെ പോർഷനിൽ കുറച്ച് ലൈറ്റർ ആക്കാൻ വേണ്ടി കുറച്ച് വൈറ്റും കൂടെ ചേർത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാക്കിയിട്ടാണ് സ്കൈ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡോറും വിൻഡോസൊക്കെ പെയിൻറ്റ് ചെയ്യാം. ഡോറ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യെല്ലോ ഓക്കർ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതുപോലെ വിൻഡോസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം യെല്ലോ ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിൽ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് എഫക്റ്റ് നമുക്ക് തോന്നിക്കും. ഇനി നമുക്ക് താഴെയുള്ള പോർഷനിൽ കുറച്ച് സ്നോ ഒക്കെ വരയ്ക്കാം. ഞാനിവിടെ അതിന് വേണ്ടി ബ്ലൂവും വൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ക്രിസ്മസ് ട്രീയുടെ മുകളിലും ഇതേമാതിരി ബ്ലൂവും വൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് ലൈറ്റ് പുറത്തേക്ക് അടിക്കുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടെ ഞാൻ ക്രിസ്മസ് ട്രീയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിന് ചുറ്റും കുറച്ച് ലാംപ്സ് വരയ്ക്കാം. അതിന് വേണ്ടി യെല്ലോ ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. അതിന് ശേഷം യെല്ലോയും വൈറ്റും കൂടെ ചേർത്ത് ജസ്റ്റ് സെക്കൻഡ് കോട്ട് കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് വെച്ച് ജസ്റ്റ് നടുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. വൺസ് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഫ്രെയിമും വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ലാമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കുറച്ച് സ്നോ വരയ്ക്കാം ഹൗസിൻ്റെ മുകളിൽ. അപ്പോൾ ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടി വൈറ്റിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബ്ലൂവും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആ സ്നോ വീണ് കിടക്കുന്ന ഒരു ടെക്സ്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലൈറ്റ് ഒട്ടും തന്നെ നമുക്ക് കുറയ്ക്കേണ്ട. ഇനിയും നമുക്ക് കുറേ മാല ബൾബ് പോലെ വരയ്ക്കാം. അതിന് വേണ്ടി നേരത്തെ അതേ ടെക്നിക്ക് തന്നെ ആദ്യം യെല്ലോ റൗണ്ട് പോലെ വരയ്ക്കുക. അതിന് ശേഷം നടുക്ക് ഒരു വൈറ്റ് കുത്തിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുറേ ലൈറ്റ്സ് വീടിന് ചുറ്റും വരയ്ക്കാം. ഇത്രയും നേരം നമ്മൾ വീടിൻ്റെ പുറത്താണ് ഡെക്കറേഷൻസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് അകത്ത് ഡെക്കറേഷൻസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ വാതിലിൻ്റെ മുകളിൽ ഒരു ക്രിസ്മസ് റീത്തും ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് ചിമ്മിനിയുടെ ഭാഗത്ത് കുറച്ച് പുകയും കൂടെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരു ഫാൻറ്റസി കൈൻഡ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.